കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൽഗയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രയോഫൈറ്റ്സ് ആണ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബ്രയോഫൈറ്റ്സ്, അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്, റീപ്രൊഡക്ഷൻ, എക്സാമ്പിൾസും പിന്നെ ഫങ്ഷൻസും അതിൻ്റെ യൂസസുമാണ്. ബ്രയോഫൈറ്റ്സ് ആർ കോമൺലി ഗ്രോൺ ഇൻ മോയ്സ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ്. Bryophytes are called amphibians of the plant kingdom because these plants can live in soil but depend on water for sexual reproduction. ബ്രയോഫൈറ്റ്സിനെ കൂടുതലും കാണാൻ പറ്റുന്നത് ഷെയ്ഡുള്ള പ്ലേസിലാണ്. ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്നാണ് പറയുന്നത്. അതിന് കാരണം ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കരയിലും വെള്ളത്തിലുമായിട്ട് കാണാൻ പറ്റുന്ന ജീവികളെയാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. ഇവരെ പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇവരെ യൂഷ്വലി സോയിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് ഇവർ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ്സിൻ്റെ പ്ലാന്റ് ബോഡിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആൽഗയെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ബ്രയോഫൈറ്റ്സ്. അവർ താലോയിഡ് ഓർഗാനിസം ആണ്. അതായത് അവർക്ക് ട്രൂ റൂട്ട് സ്റ്റെം ഇല്ല. റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് പാർട്സ് ആണ് ഉള്ളത്. ബ്രയോഫൈറ്റ്സ് ആർ മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ. ഇറ്റ് ഈസ് എ താലസ് ലൈക്ക്. ദേ ലാക്ക് ട്രൂ റൂട്ട്, സ്റ്റെം ഓർ ലീഫ്. ദേ മേ പൊസസ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. ബ്രയോഫൈറ്റ്സിനെ പല ടൈപ്പിലും കാണാൻ പറ്റും. ചിലർ പ്രോസ്ട്രേറ്റ് ആയിരിക്കും, ചിലർ ഇറക്റ്റ് ആയിട്ടും കാണാൻ പറ്റും. ഇവർ സബ്സ്ട്രാറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യൂണിസെല്ലുലർ ഓർ മൾട്ടി സെല്ലുലർ റൈറ്റ്സോയിഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇവരുടെ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് മീൻസ് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോമേ കാണൂ. ഈ മെയിൻ പ്ലാന്റ് ബോഡിയെ ഗാമിറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. അതിന് കാരണം ഈ പാർട്ടിൽ നിന്നാണ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ കാൾഡ് ഗാമിറ്റോഫൈറ്റ്. മെയിൽ സെക്സ് ഓർഗനാണ് ആന്ത്രീഡിയം. ഈ ആന്ത്രീഡിയമാണ് ബൈഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗനാണ് ആർക്കിഗോണിയം. ഈ ആർക്കിഗോണിയം ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറാണ്. ദാറ്റ് മീൻസ് അവരുടെ ലോവർ പോർഷൻ കുറച്ച് സുള്ളനായിട്ടും അപ്പർ പോർഷൻ നാരോ ആയിട്ടുമാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവരെ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഓരോ ആർക്കിഗോണിയത്തിൻ്റെ ഉള്ളിലും ഓരോ എഗ്ഗ് ഫോം ചെയ്യും. മെയിൽ ഗമീറ്റ് ആന്ത്രോസോയിഡ്സ് ആണ്. അവർ ബൈഫ്ലജല്ലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ദേ ആർ മോട്ടൈൽ. ഈ മോട്ടൈൽ ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് വാട്ടറിലൂടെ മൂവ് ചെയ്തിട്ടാണ് ആർക്കിഗോണിയുടെ അടുത്ത് എത്തുന്നത്. ഇങ്ങനെ ഇവർ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഇങ്ങനെ ആർക്കിഗോണിയത്തിൻ്റെ അടുത്തെത്തുന്ന ആന്ത്രോസോയിഡ്സ് അതിലുള്ള എഗ്ഗുമായി ഫ്യൂസ് ചെയ്യും. എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ടിന് പിന്നീട് ഡിവിഷൻ നടക്കുകയും ഒരു മൾട്ടി സെല്ലുലാർ ബോഡി ആയിട്ട് മാറും. അതിനെയാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്പോറോഫൈറ്റിന് വേണ്ട ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ തന്നെ ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും. ഈ സ്പോറോഫൈറ്റിൻ്റെ ചില സെൽസിന് റിഡക്ഷൻ ഡിവിഷൻ നടക്കും. അതായത് മിയോസിസ് നടക്കും. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറ് ഫോം ചെയ്യും. ഇങ്ങനെ ഫോം ചെയ്ത സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് ഫോം ചെയ്യും. ഇതാണ് ബ്രയോഫൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ. ബ്രയോഫൈറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ 2 ക്ലാസ്സസ് ആണ്. ബ്രയോഫൈറ്റ്സിൻ്റെ 2 ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ലിവർവേർഡ്സും രണ്ടാമത്തേത് മോസസും. ആദ്യം നമുക്ക് ലിവർവേർഡ്സിനെ കുറിച്ച് നോക്കാം. ലിവർവേർഡ്സ് ആർ യൂഷ്വലി ഗ്രോൺ ഇൻ ബാങ്ക് ഓഫ് സ്ട്രീംസ്, മാർഷി ഗ്രൗണ്ട്, ഡാം സോയിൽ, ബാർക്ക് ഓഫ് ട്രീ ആൻഡ് ഡീപ്പ് ഇൻ ദ വുഡ്. ഇവരുടെ പ്ലാന്റ് ബോഡി താലോയിഡ് ആയിരിക്കും. അതുപോലെ ഡോർസി വെൻട്രൽ ആയിരിക്കും. ദാറ്റ് മീൻസ് സബ്സ്ട്രാറ്റായിട്ട് ചേർന്നായിരിക്കും കാണാൻ പറ്റുന്നത്. അതിന് എക്സാമ്പിളാണ് മെർക്കാൻഷ്യ. ഇതുകൂടാതെ ഇവരിൽ ലീഫി മെമ്പേഴ്സും ഉണ്ടാകും. ലീഫി മെമ്പേഴ്സ് ഹാവ് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഇൻ 2 rows ഓൺ ദ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. ലീഫി മെമ്പേഴ്സിന് ടൈനി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണാൻ പറ്റും. ടൈനി സ്റ്റെം ലൈക്ക് സ്ട്രക്ചറിൽ 2 റോസിലായിട്ടാണ് ഈ ലീഫ് ലൈക്ക് അപ്പൻഡേജസ് കാണാൻ പറ്റുന്നത്. ഡയഗ്രാമിൽ നമുക്കത് കാണാം. ഇനി ലിവർവേർഡ്സിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലിവർവേർഡ്സ് 2 ടൈപ്പ് റീപ്രൊഡക്ഷനാണ് കാണിക്കുന്നത്, സെക്ഷൽ ആൻഡ് അസെക്ഷൽ. ആദ്യത്തേത് ഫ്രാഗ്മെൻറ്റേഷനിലൂടെയാണ്. രണ്ടാമത്തേത് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായ ജെമ്മയിലൂടെയാണ്. ജെമ്മ ആർ ഗ്രീൻ മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബഡ്സ് വിച്ച് ഡെവലപ്പ് in small receptacles called gemme cups
ലൊക്കേറ്റഡ് ഓൺ ദി താലസ്. ഈ ജെമ്മെ ഫോം ചെയ്യുന്നത് ജെമ്മെ കപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ്. ഡയഗ്രാമിൽ നമുക്ക് കാണാം ജെമ്മെ കപ്പ്, അതിൻ്റെ ഉള്ളിലാണ് ജെമ്മെ ഫോം ചെയ്യുന്നത്. ഈ ജെമ്മെ എന്ന് പറയുന്നത് ഗ്രീനും മൾട്ടി സെല്ലുലറും അസെക്ഷൽ ബഡ്സും ആണ്. ഈ ജെമ്മെ പാരന്റ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ജെമ്മെ ബിക്കം ഡിറ്റാച്ച് ഫ്രം ദ പാരന്റ് ബോഡി ആൻഡ് ജെർമിനേറ്റ് ടു ഫോം ന്യൂ ഇൻഡിവിജ്വൽസ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അത് 2 പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്, ഫ്രാഗ്മെൻറ്റേഷനിലൂടെയും ജെമ്മെ ഫോർമേഷനിലൂടെയും. ജെമ്മെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ സെക്സ് ഓർഗൻസിലൂടെയാണ് നടക്കുന്നത്. ഈ സെക്സ് ഓർഗൻസ് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം താലസിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് താലസിലായിരിക്കും. ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ആർ പ്രൊഡ്യൂസ് എയ്തർ ഓൺ സെയിം ഓർ ഡിഫറെൻറ്റ് താലസ്. ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്തതിന് ശേഷം സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ടിന് മിയോസിസ് നടന്ന് അതൊരു സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ദിസ് സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു ഫുഡ്, സീറ്റ ആൻഡ് കാപ്സ്യൂൾ. ഈ സ്പോറോഫൈറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 3 പാർട്സ് ഫോം ചെയ്യും: ഫുഡ്, സീറ്റെ ആൻഡ് കാപ്സ്യൂൾ. സ്പോർ ഫോം ചെയ്യുന്നത് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലായിട്ടാണ്. ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ഫോം ചെയ്ത സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഫ്രീ ലീവിംഗ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും. ലിവർവേർഡ്സിന് ഒരു എക്സാമ്പിളാണ് മർക്കാൻഷ്യ. ഇത്രയാണ് ലിവർവേർഡ്സിനെ പറ്റി പറയാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ക്ലാസ് ആയ മോസസ്. മോസസിൻ്റെ ലൈഫ് സൈക്കിളിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഗാമിറ്റോഫൈറ്റ് ആണ്. ഈ ഗാമിറ്റോഫൈറ്റിൽ തന്നെ 2 സ്റ്റേജസ് ഉണ്ട്. ദേ ആർ പ്രോട്ടോണിമ സ്റ്റേജ് ആൻഡ് സെക്കൻഡ് വൺ ലീഫി സ്റ്റേജ്. ദ പ്രിഡോമിനൻറ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് മോസസ് ഈസ് ദ ഗാമിറ്റോഫൈറ്റ് which consisting of 2 stages. First stage is the protonema stage and second stage is the leafy stage. ഇതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രോട്ടോണിമ സ്റ്റേജ്, വിച്ച് ഡെവലപ്പ് ഡയറക്ട്ലി ഫ്രം എ സ്പോർ. ഇതൊരു സ്പോറ് ഫസ്റ്റ് ജെർമിനേറ്റ് ചെയ്ത് ഫസ്റ്റ് ഫോം ചെയ്യുന്ന സ്റ്റേജ് ആണ് പ്രോട്ടോണിമ. ഇറ്റ് ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻറ്റ്ലി ഫിലമെൻറ്റസ് സ്റ്റേജ്. ഇവിടെ ഒരു ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻറ്റ്ലി ഫിലമെൻറ്റസ് ആയിട്ടുള്ള മോസിനെയാണ് കാണാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞു വരുന്ന സ്റ്റേജാണ് ലീഫി സ്റ്റേജ്. ഇവിടെ ഒരു പ്രൈമറി പ്രോട്ടോണിമ ഒരു സെക്കൻഡറി പ്രോട്ടോണിമയായിട്ട് മാറിയതിന് ശേഷമുള്ള സ്റ്റേജാണ് ലീഫി സ്റ്റേജ്. അതായത് ഈ പ്രൈമറി പ്രോട്ടോണിമ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ലാറ്ററൽ ബഡിൻ്റെ രൂപത്തിലാകും. അവിടെ നിന്നിട്ടാണ് ലീഫി സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Leafy stage develop from the secondary protonema as a lateral bud. They consisting of upright, slender axis bearing spirally arranged leaf. ഈ ലീഫി സ്റ്റേജിൽ അപ്രൈറ്റും സ്ലെൻഡറും ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടാകും. അതിൽ സ്പൈറലി അറേഞ്ച് ചെയ്ത് ലീവ്സും കാണാൻ പറ്റും. ഇവർ സോയിലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൾട്ടി സെല്ലുലാറും ബ്രാഞ്ച്ഡും ആയിട്ടുള്ള റൈസോയിഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ സ്റ്റേജിലാണ് ഇവർ സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോസസിൻ്റെ റീപ്രൊഡക്ഷൻ നോക്കാം. മോസസ് 2 രീതിയിലാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്: വെയിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെയിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷനിലൂടെയും ബഡ്ഡിങ്ങിലൂടെയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലീഫി ഷൂട്ടിൻ്റെ അപ്പെക്സിലായിരിക്കും. ഫെർട്ടിലൈസേഷന് ശേഷം ഈ സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സ്പോറോഫൈറ്റിന് 3 പാർട്സ് ഉണ്ട്: ഫുഡ്, സീറ്റ ആൻഡ് കാപ്സ്യൂൾ. ഈ കാപ്സ്യൂളിൻ്റെ ഉള്ളിൽ മിയോസിസിന് ശേഷം സ്പോർ ഫോം ചെയ്യും. ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് ഒരു പുതിയ ഗാമിറ്റോഫൈറ്റ് ഫോം ചെയ്യും. ഇനി ലിവർവേർഡ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. കോമൺ എക്സാമ്പിളാണ് ഫ്യൂണേറിയ, പോളിട്രിക്കം ആൻഡ് സ്പാഗ്നം. അടുത്ത് പറയുന്നത് ബ്രയോഫൈറ്റ്സിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് എക്സെട്ര. ആദ്യത്തെ യൂസാണ് ബ്രയോഫൈറ്റ്സ് ഫുഡായിട്ട് യൂസ് ചെയ്യും. സ്പീഷീസ് ഓഫ് സ്പാഗ്നം, എ മോസ്, പ്രൊവൈഡ് പീറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. സ്പാഗ്നം എന്ന സ്പീഷീസിലെ ചില മെമ്പേഴ്സിനെ പീറ്റ്, അതായത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ യൂസ്, ദേ ഹാവ് കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ.
So they are used as packing material for transshipment of living materials. ബ്രയോഫൈറ്റ്സിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ലീവിംഗ് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ട് സമയത്ത് പാക്കിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ഇവരെ യൂസ് ചെയ്യാറുണ്ട്. മോസസ് ലൈക്കനെ പോലെ തന്നെ റോക്സിൻ്റെ മുകളിൽ ഫസ്റ്റ് കോളനൈസ് ചെയ്യുന്നവരാണ്. സോ ഇതിലൂടെ ഇവർ റോക്കിനെ ഡീകമ്പോസ് ചെയ്യും, അതായത് സോയിൽ പ്രൊഡക്ഷന് ഇവർ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ മറ്റ് ഹെയർ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആ ഏരിയ സ്യൂട്ടബിൾ ആക്കുന്നതിനും ബ്രയോഫൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Mosses along with lichens are the first organism to colonize rocks and hence are of great ecological importance. They decompose rocks, making the substratum suitable for the growth of higher plants. ഇത്രയാണ് ബ്രയോഫൈറ്റ്സിൻ്റെ കോമൺ യൂസസ്.